ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സൺഡേ ഒക്ടോബർ 6 നവരാത്രിയുടെ 4th ഡേ ആണ്. ഇന്ന് വന്നിട്ട് ദേവി കൂഷ്മാണ്ഡത്തിൻ്റെ എനർജിയാണ്. ഗോഡസ് ദുർഗയുടെ ഈ ഒരു എനർജി ഫോമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് വന്നിട്ട് ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഒത്തിരി ബോൾ ഓഫ് എനർജി, അതായത് ഒത്തിരി പ്രാണ, ഓക്കെ, ആ ഒരു എനർജിയാണ് മെയിനായിട്ട് ഈ ഒരു ദേവീനെ ഡിനോട്ട് ചെയ്യുന്നത്. ഹാർട്ട് ചക്രയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. അതുപോലെ തന്നെ ഒത്തിരി ട്രാൻസ്ഫോർമേറ്റീവ് പവർ ദേവിയുടെ ഉള്ളിലുണ്ട്. അതായത് നമ്മളുടെ ഉള്ളിൽ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്ന, നമ്മൾ അറിയാതെ തന്നെ കിടക്കുന്ന പല എനർജീസും എന്താ പറയുക, ഉയർത്തി കൊണ്ടുവരാനായിട്ട്, ഒരു അവേക്കനിങ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട്, അതുവഴി മുന്നോട്ട് നിങ്ങളെ ചാലഞ്ചസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് വീണ്ടെടുക്കാനായിട്ട്, ഓക്കെ, ആ ശക്തി വീണ്ടെടുക്കാനായിട്ട്, അതുപോലെ തന്നെ മണി ഫിനാൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഒത്തിരി ബ്ലെസ്സിങ്സ് നൽകുന്ന ഒരു എനർജിയും കൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ജാസ്മിൻ ഫ്ലവർ, ഓക്കെ, മുല്ലപ്പൂ, ഓക്കെ, ഇന്ന് ദേവിക്ക് സമർപ്പിക്കുന്നതും ഒത്തിരി നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദേവിയെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഞാൻ കോമൺ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇൻട്രോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ദേവിയെക്കുറിച്ചിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദേവി കൂഷ്മാണ്ഡത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ദേവി എന്ത് ട്രാൻസ്ഫോർമേഷൻ, എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്പർ 32, ഹാവിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രാണ, ആ ഒരു എന്താ പറയുക എനർജി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലായിരിക്കാം ഇത്. കുറച്ച് പേർക്ക് മെൻ്റലി ആയിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇമോഷണലി ആയിരിക്കാം, വൈകാരികമായിട്ടുള്ള എനർജി ആയിരിക്കാം, കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സോൾ ലെവലിലായിരിക്കാം. അപ്പോൾ അവിടെ നഷ്ടമായി പോയ എനർജീസ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, ആ കാര്യങ്ങളിൽ നിങ്ങളെ ഈ ഒരു ഡിവൈൻ ഗോഡസിൻ്റെ എനർജി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് തുടക്കമിടുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ, ദിനചര്യ, അതെല്ലാം കുറച്ചും കൂടെ ഡിസിപ്ലിനിൽ കൊണ്ടുവരിക, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ പോഷക ഗുണമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, ചേർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രാണ, നിങ്ങളുടെ എനർജി കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, പാറ്റേൺസ് എന്തൊക്കെയാണ്, അതൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻസ് ദേവി നൽകുന്നതാണ്. ചിലപ്പോൾ പല രീതിയിലായിരിക്കാം ഈ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ആരോഗ്യം, ഓക്കെ, നിങ്ങളൊരു ഹെൽത്തി പേഴ്സണായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതിന് മെയിൻലി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള കാർഡ്സ് നോക്കാം. ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്ന് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, ഒത്തിരി പവറിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ട്രൂത്ത്, സത്യം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ഹാങ്ഡ് മാനിൻ്റെ എനർജി. കുറച്ച് പേര് ഡീപ്പായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങളെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോഡ്സ്, ദ ഫൂളിൻ്റെ എനർജി. അഗെയിൻ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്.
കുറച്ച് പേർക്ക് ലോയലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, പുതിയ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ നമുക്ക് സോളിഡായിട്ട്, നമുക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും പരിവർത്തനം, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറാനായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി, അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി അഡ്വൈസ്, ഒത്തിരി ഗൈഡൻസ്, ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫ്രഷ് സ്റ്റാർട്ട് ഓഫ് ഒരു ന്യൂ ബിഗിനിങ്, പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്ന ഒരു ദിവസവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്പോട്ട്ലൈറ്റ്, മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുക, നിങ്ങൾക്കൊരു അറ്റൻഷൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട്, നിങ്ങൾ ഈ ഒരു ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൽ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജി, പാസ്റ്റിലെ വിഷമങ്ങളായിരിക്കാം, പാസ്റ്റിലെ എന്തെങ്കിലും മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈഗോ ആയിരിക്കാം, അത് നിങ്ങളെ ചാലഞ്ച് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഈ ഒരു പോസിറ്റിവിറ്റി ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മെയിൻ തീം വന്നിട്ട്, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈഗോ നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു എനർജി നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈഗോ ആയിരിക്കും, അവിടെ ആ ഒരു എനർജി എങ്ങനെ ക്വയറ്റ് ചെയ്യാം, ആ ഈഗോ എങ്ങനെ കുറച്ചും കൂടെ ബാലൻസിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. ഹയർ സെൽഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ബെറ്റർ ആയിട്ടുള്ള വേർഷനാണ്. ഓക്കെ, ആ ഒരു പ്യൂറസ്റ്റ് ആയിട്ടുള്ള ചൈതന്യമാണ്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ എനർജി ഉണ്ടാകുന്നുണ്ടാകാം. നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടിരിക്കാനായിട്ട്, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ എനർജി, ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ചില പ്രശ്നങ്ങൾ, ചില ഈഗോ, ജലസിയൊക്കെ വരുന്ന സമയത്ത് എനർജി ഒന്ന് ഡിപ്പാകുന്നുണ്ടാകാം. അപ്പോൾ അവിടെ എങ്ങനെ എനർജി നിങ്ങളുടെ കൂട്ടാം, ബാലൻസിലോട്ട് കൊണ്ടുവരാം, ആ ഒരു തീമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഓവറോൾ ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സൊല്യൂഷൻസ്, ആൻസേഴ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ പ്രാണ, നിങ്ങളുടെ പോസിറ്റിവിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നുണ്ടാകാം, കുറച്ചൊരു പോസ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം, അതും ഒത്തിരി നിങ്ങളുടെ എനർജി കൂട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വന്നിട്ട് ദേവി കൂഷ്മാണ്ഡമാണ് വരുന്നത്. ദേവിയെക്കുറിച്ചിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ ദേവി എന്ത് ട്രാൻസ്ഫോർമേഷൻ, എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്പർ 26, ബിലീവിങ് ഇൻ ന്യൂ ബിഗിനിങ്സ്. ഇവിടെ നിങ്ങളെ ദേവി സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റക്കായിപ്പോയി, എനിക്ക് മുന്നോട്ട് ഒരു പാത കാണാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, ആ ഒരു എനർജിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ എനർജീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ചും കൂടെ ആ ഒരു വിശ്വാസം കൊണ്ടുവരാനായിട്ട്, യൂണിവേഴ്സിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ പ്രത്യാശ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ഒരു സമയം വരെ ചിലപ്പോൾ മറ്റുള്ളവരുടെ എനർജീസ് അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഹീലിംഗ് പവർ, നിങ്ങളെ തന്നെ
എന്താ പറയുക, ഹീൽ ചെയ്യാനായിട്ടുള്ള പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ടും ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം, യാത്രകൾക്ക് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം. കാരണം യാത്രകൾ നമ്മുടെ ലൈഫിൽ ഒത്തിരി പുതിയ എനർജീസ് കൊണ്ടുവരുന്നതാണ്, പുതിയ അനുഭവം കൊണ്ടുവരുന്നതാണ്. അത് നമ്മളെ പുതിയ ലെവലിലോട്ട്, നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റാനായിട്ട്, ജീവിതം കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നോക്കിക്കാണാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ചാലഞ്ചസ് വരും. ആ ചാലഞ്ചസ് നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, ലൈഫിനെ കുറച്ചും കൂടെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം, അതൊക്കെ നമ്മളെ കുറേ കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ആക്കാനായിട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി ലൈഫിനെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ എടുത്തിരുന്ന ആ ഒരു എന്താ പറയുക, ഒത്തിരി കഠിനമായിട്ടുള്ള ആ ഒരു എനർജീസ്, ഹെവി ആയിട്ടുള്ള എനർജീസ് എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ ഇവിടെ ഒരു ചെറിയൊരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒത്തിരി എന്താ പറയുക ഭാരങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ലൈറ്റ് എനർജി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഒരു ഫ്ലോയിൽ എങ്ങനെ മുന്നോട്ട് പോകാം, അതിനും ഇവിടെ ദേവി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി വരുന്ന സമയങ്ങളിൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് പേര് ഫോറസ്റ്റിനെ ഒത്തിരി സ്നേഹിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇന്നത്തെ എനർജീസ് നോക്കാം. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, ജസ്റ്റിസിൻ്റെ എനർജി. കുറച്ച് പേര് ജസ്റ്റിസ്, ന്യായം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം. ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, 2 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഡെവിൽ ആൻഡ് ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ സർപ്രൈസിങ് ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകാം. ആദ്യം അതൊരു ഷോക്കായിട്ട് നമ്മുടെ അടിത്തറ ഫസ്റ്റ് ഒന്ന് ഇളകണ സമയത്ത് നമ്മൾ കെട്ടിവച്ചേക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റം, ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഇളകണ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ബാലൻസ് നഷ്ടപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, പുതിയൊരു ലൈഫായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി പാഷൻ, ഒത്തിരി സ്നേഹം നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക്. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് ഈ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. മെൻ്റൽ ടെൻഷൻ, ആങ്സൈറ്റി, മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എനിക്ക് നീതി ലഭിക്കുന്നില്ല, എത്രയൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടും എനിക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല, അതെന്തുകൊണ്ടിട്ടാണ്? ആ ഒരു സാഡ്നെസ്, ആ ഒരു എനർജി മറികടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ടൈം ആയിട്ടുണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയും നിങ്ങൾ ആ സാഡ്നെസ്സിലിരിക്കാതിരിക്കുക, വിഷമത്തിലിരിക്കാതിരിക്കുക, വിക്ടിം മെൻറ്റാലിറ്റിയിലിരിക്കാതിരിക്കുക. നിങ്ങൾ വേണം ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.